എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് വില കഴിഞ്ഞ ദിവസമാണ് കൂട്ടിയത്. ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഗ്യാസ് വാങ്ങുന്നതിൽ അല്ലെങ്കിൽ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിൽ നിയന്ത്രണവും ഏർപ്പെടുത്തി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പൊതുമണ്ഡലങ്ങളിലുണ്ട്, പത്രമാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നു, സോഷ്യൽ മീഡിയകളിലൂടെയും ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വില വർധനവ് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഉപഭോക്താക്കൾ ഒരുപാട് ആളുകൾ ഏജൻസികളിലെത്തി റീഫില്ല് ചെയ്യുന്നത് കൂടിയതോടുകൂടി ചില ഗ്യാസ് ഏജൻസികൾ ഉപഭോക്താക്കൾക്ക് മെസ്സേജ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ വിലപ്പെട്ട കസ്റ്റമറാണ്, സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന അത്ര ക്ഷാമം ഗ്യാസിനില്ല, ആരും ഈ തെറ്റായ വാർത്തയിൽ പരിഭ്രാന്തരാകരുത് എന്ന രീതിയിലുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. പക്ഷേ കാര്യം അങ്ങനെയല്ല. ഗ്യാസിന് രാജ്യത്ത് ടൈറ്റ് തന്നെയാണ്. ഈ ഒരു സംശയം നിങ്ങൾ തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ 25 ദിവസത്തിനുള്ളിൽ രണ്ടാമതൊന്ന് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. മാത്രമല്ല, നിങ്ങൾക്ക് വാണിജ്യ സിലിണ്ടർ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ പുതുതായിട്ടൊന്ന് ഒരു സിലിണ്ടർ കൂടി വേണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തരാൻ നിവൃത്തിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഏത് ഏജൻസി ആയാലും ഈ യുദ്ധം മുറുകിപ്പോവുകയാണ് എങ്കിൽ, നീണ്ടു നിന്ന് പോവുകയാണ് എങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് പാചകവാതക വില ഇനിയും ഉയരും. മാത്രമല്ല, ഗ്യാസ് കൃത്യസമയത്ത് ലഭിക്കാതെ വരികയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്കറിയാം 871 രൂപ 50 പൈസയായിരുന്നു ശരാശരി വില നമ്മുടെ സംസ്ഥാനത്ത് ഗ്യാസിനുണ്ടായിരുന്നത്. കുറച്ച് കുറവ് വരുന്നത് എറണാകുളം ജില്ലയിലാണ്. ബാക്കിയുള്ള ജില്ലകളിലെല്ലാം ഈ ഒരു വിലയായിരുന്നു വന്നിരുന്നത്. അതിലേക്ക് ഇപ്പോൾ 60 രൂപ കൂടിയിരിക്കുകയാണ്. അപ്പോൾ 900-ന് മുകളിലേക്ക് വിലയെത്തി. പിന്നെ 5 കിലോമീറ്ററിന് ചുറ്റളവിന് ശേഷം ഡെലിവറി ചാർജും നൽകേണ്ടി വരും. മിക്ക ഡെലിവറി ചാർജും 50 രൂപക്ക് മുകളിലാണ് പല ഏജൻസികളും വാങ്ങുന്നത്. അത്രയൊന്നും ഇല്ല എങ്കിൽ പോലും 5 കിലോമീറ്ററിന് താഴെയാണ് എങ്കിൽ ഡെലിവറി ചാർജ് വാങ്ങാൻ പോലും പാടില്ല. പക്ഷെ 50-ൽ കുറയാതെ ഇവരെല്ലാം ഇത് വാങ്ങുന്നുണ്ട്. ബില്ലിലുള്ള തുക മാത്രമാണ് ശരിക്കും നൽകേണ്ടത്. പക്ഷെ നമ്മളാരും ബില്ല് ചോദിച്ച് വാങ്ങുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എവിടെ പരാതിപ്പെടണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ശരിയാണ് എങ്കിൽ പോലും നമുക്കിപ്പോൾ 1000 രൂപയോളം വീട്ടിലെ ഗ്യാസിനും അതുപോലെ തന്നെ 2000 രൂപക്ക് മുകളിൽ മറ്റ് വാണിജ്യ സിലിണ്ടറിനും നൽകേണ്ട ഒരു അവസ്ഥയാണ് സംസ്ഥാനത്ത് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഗ്യാസ് ക്ഷാമം അത് ഇല്ലാത്ത കഥ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കെട്ടിച്ചമച്ച കഥ എന്നുള്ളത് അത് അങ്ങനെ പറഞ്ഞു നടക്കുന്ന, അങ്ങനെ പറഞ്ഞ് ജനങ്ങളെ, ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഗ്യാസ് ഏജൻസികളാണ് ഈ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നത് എന്നാണ്. പക്ഷെ പാനിക്കായിട്ട് എല്ലാവരും ഗ്യാസ് നമ്മുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ എല്ലാവരും ഫില്ല് ചെയ്യണം എന്നല്ല പറയുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ വേറെ ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. രാജ്യാന്തര വിപണിയിൽ $70 ആയിരുന്നു യുദ്ധത്തിന് മുമ്പ് റോഡ് വില ഉണ്ടായിരുന്നത്. അത് ഇന്ന് $110 ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പെട്രോൾ ഡീസൽ വില രാജ്യത്ത് വർദ്ധിപ്പിക്കില്ല എന്നുള്ളത് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം എത്രത്തോളം ഇത് പിടിച്ചു നിൽക്കുമെന്ന്. റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിന് വേണ്ടി അമേരിക്കൻ അനുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 30 ദിവസത്തിന് റഷ്യൻ എണ്ണ വാങ്ങാം. അപ്പോൾ 30 ദിവസത്തിന് ആ കാര്യത്തിൽ പ്രയാസം ഉണ്ടാകില്ല എന്ന് കരുതുന്നു. ഗ്യാസ് നമ്മൾ ഖത്തറിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. ഖത്തറിൽ ഇത് ഗ്യാസിന്റെ ഉൽപ്പാദനം പൂർണ്ണമായിട്ടും നിർത്തിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് തന്നെ ഗ്യാസ് എത്തിക്കാനുള്ള നടപടികളും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അതിന് സമ്മതിക്കുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്കൊന്നും നമുക്ക് കടക്കേണ്ട. ഇപ്പോൾ ഗ്യാസ് ക്ഷാമം എന്നുള്ളത് അത് സത്യമാണ്, അത് അല്ലെങ്കിൽ ഉണ്ടാക്കിയ കഥയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം സബ്സിഡി ലഭിക്കുന്ന ഉപഭോക്താക്കൾ KYC ചെയ്തിട്ടില്ല എങ്കിൽ അത് നിർബന്ധമായിട്ട് മാർച്ച് 31-ന് മുമ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ഉജ്ജൽ യോജന പദ്ധതിയിൽ നിന്ന് പുറത്താകും. പിന്നെ ആ ഒരു സബ്സിഡി ലഭിക്കില്ല. സബ്സിഡി ഉള്ള ആളുകൾക്ക് ഏകദേശം 600 രൂപ മാത്രമാണ് ഗ്യാസിന് വരുന്നത്. പൂർണ്ണമായിട്ടുള്ള തുക കൊടുത്തതിന് ശേഷം അവരുടെ അക്കൗണ്ടിലേക്ക് 300 രൂപ സബ്സിഡി ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഗ്യാസിന്റെ തൂക്കം നോക്കി വാങ്ങാൻ മറക്കരുത്. ഇത്രയും ഗ്യാസ് ക്ഷാമം ഉണ്ടാകുമ്പോൾ ഏജൻസികളിൽ ചില ഏജൻസി ജീവനക്കാർ തട്ടിപ്പ് നടത്താറുണ്ട്. 5 or 6 സിലിണ്ടറുകളിൽ നിന്നും ഒഴിഞ്ഞ സിലിണ്ടറിലേക്ക് ഒരു സിലിണ്ടർ ഒപ്പിക്കുന്ന ഒരു നടപടി ഉണ്ടാകും. അതായത് 14.2 കിലോഗ്രാമാണ് വീട്ടിലേക്ക് ആവശ്യമുള്ള സിലിണ്ടർ വരുന്നത്. അത് ഒരു 2 കിലോക്ക് കുറച്ച് ഒരു 4 or 5 അല്ലെങ്കിൽ 6 സിലിണ്ടറുകൾ ഉപയോഗിച്ച് മറ്റൊരു സിലിണ്ടർ കൂടി ഒപ്പിക്കുന്ന നടപടി അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നമ്മൾ സിലിണ്ടർ തൂക്കി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അത് എല്ലാ ആളുകളും മനസ്സിലാക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.